വിശ്വാസത്തിൻ്റെ ചരിത്ര വഴികളിൽ ഇന്ന് കാണുന്നത് ഒരു തകർന്ന ക്രൈസ്തവ സെമിനാരിയാണ്. ചേന്നാട്ട് മഹാവിദ്യാലയം എന്നറിയപ്പെട്ടിരുന്ന വൈപ്പിക്കോട്ട് സെമിനാരിയുടെ ഇപ്പോഴുള്ള സ്ഥിതിയാണ് ഈ കാണുന്നത്. എറണാകുളം ജില്ലയിൽ പറവൂരിനടുത്ത് ചേന്ദമംഗലത്താണ് ഈ സെമിനാരി ഉണ്ടായിരുന്നത്. പോർച്ചുഗലിൽ നിന്നും വന്ന ഈശോസഭ വൈദികർ AD 1577 ചേന്ദമംഗലത്ത് ഒരു ദേവാലയവും പിന്നീട് ഒരു സെമിനാരിയും സ്ഥാപിച്ചു. 1584 ഫ്രാൻസിസ് റോസ് SJ എന്ന ഈശോസഭ വൈദികൻ ഈ സെമിനാരിയുടെ റെക്ടറായിരുന്നു. പഠന നിലവാരത്തിൽ ഉന്നത സ്ഥാനം നിലനിർത്തിയ ഈ സെമിനാരി പെട്ടെന്ന് വളരെ പ്രശസ്തമായി. സുറിയാനി മെത്രാനായിരുന്ന അങ്കമാലിയിലെ മാർ എബ്രഹാത്തിൻ്റെ കീഴിലായിരുന്നു സെമിനാരി പ്രവർത്തിച്ചിരുന്നത്. ഈശോസഭ വൈദികർ ആയിരുന്നു അധ്യാപകരിൽ ഏറെയും. ഈ വൈദിക സെമിനാരി വരുന്നതിന് മുമ്പ് കേരള സഭയിൽ വൈദികരെ പരിശീലിപ്പിച്ചിരുന്നത് മൽപ്പാൻ സമ്പ്രദായത്തിലായിരുന്നു. 1627 ഇടപ്പള്ളി പള്ളിയോഗം മൽപ്പാൻ സമ്പ്രദായം നിർത്തുന്നതിനും വൈദികാർത്ഥികളെ സെമിനാരിയിൽ പരിശീലിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. അങ്ങനെ കേരള ക്രൈസ്തവ സഭയിൽ പാശ്ചാത്യ രീതിയിലുള്ള സെമിനാരി പഠന രീതി നിലവിൽ വന്നു. 1653 കൊച്ചിയുടെ ഭരണം പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുത്തു. എല്ലാ പോർച്ചുഗീസുകാരെയും അവർ നാടുകടത്തി. ഇക്കാരണം കൊണ്ട് വൈപ്പിക്കോട്ട് സെമിനാരി അമ്പഴക്കാട് എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അതിനുശേഷം ഈ സ്ഥലത്ത് കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ നിർമ്മിതികൾ തകർക്കപ്പെട്ടു. കെട്ടിടങ്ങളിലെ ഇപ്പോൾ കാണുന്ന ഭാഗങ്ങൾ മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു പോരുന്നു. ഈ സെമിനാരിയോട് ചേർന്നുള്ള ദേവാലയമാണ് ചേന്ദമംഗലം ഹോളി ക്രോസ് പള്ളി. 1577 തന്നെ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയവും മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചരിത്ര സ്മാരകമാണ്. ദേവാലയത്തിനോട് ചേർന്നുള്ള മുറിയിൽ ഭാരതത്തിലെ 2ാം അപ്പസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സെമിനാരിയോട് ചേർന്നാണ് കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്. ഭാരതീയ ഭാഷകളിൽ ആദ്യമായി ഒരു പുസ്തകം അച്ചടിച്ചത് ഇവിടുത്തെ അച്ചടിശാലയിൽ നിന്നും ആയിരുന്നു. തമിഴിലായിരുന്നു ആദ്യത്തെ പുസ്തകം അച്ചടിക്കപ്പെട്ടത്. ദേവാലയമുറ്റത്ത് 16ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മലയാള വട്ടെഴുത്ത് ലിപിയിൽ എഴുതപ്പെട്ട ലിഖിതങ്ങൾ ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന മുസിരിസിൻ്റെ പൈതൃകവും ചരിത്രവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് മുസിരിസ് പൈതൃക പദ്ധതി. കൊടുങ്ങല്ലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒട്ടനവധി നിർമ്മിതികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു പോരുന്നു.